കലോത്സവ വേദികളെ ഇങ്ങനെ ഹരം കൊള്ളിക്കാൻ ഒപ്പന മൊഞ്ചത്തിമാർ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഇന്ന് ആ മൊഞ്ചത്തിമാർക്കൊപ്പം രണ്ട് സ്പെഷ്യൽ വ്യക്തികളെ കൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്. ആരാണെന്നല്ലേ? ബയോ നോക്കാം. ഞാൻ ഹാരിസ് ബഷീർ. ഞാൻ ഷാനവാസ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയിൽ മത്സരിപ്പിക്കുന്ന കൂന്തല്ലൂർ സ്കൂളിലെ ഒപ്പനയുടെ അധ്യാപകരാണ് രണ്ടുപേരും. കാരണം വിമൻസ് കോളേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന, അതായത് കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ഒപ്പനയുടെ മൊഞ്ചത്തിമാർ ആരാണെന്ന് കേരള യൂണിവേഴ്സിറ്റി മൊഞ്ചത്തിമാരെന്ന് ചോദിച്ചാൽ എടുത്തു പറയേണ്ടതായിട്ട് തന്നെ വരും വിമൻസ് കോളേജ് തന്നെയാണ്. അതുപോലത്തെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ സമ്മാനങ്ങളുണ്ടായിരുന്ന 1, 2, 3 സ്ഥാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന വർഷങ്ങളിൽ കണ്ണൂർ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയിൽ 3ാം സ്ഥാനം ലഭിച്ചിരുന്നു. അന്ന് 42 ടീമുകളാണ് പങ്കെടുത്തത്. കലോത്സവം 2013 മലപ്പുറം നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് ദഫ്മുട്ടിന് 2ാം സ്ഥാനവും അർബനമുട്ടിന് 3ാം സ്ഥാനവും നേടാനുണ്ടായി. അങ്ങനെ ഒരുപാട് കോളേജ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് 2ാം സ്ഥാനം, 1ാം സ്ഥാനം, 3ാം സ്ഥാനമൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഗവേഷണത്തിൻ്റെ സബ്ജക്റ്റ് തന്നെ മാപ്പിളകലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാപ്പിളകലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒപ്പന എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്പെഷ്യൽ റെഫറൻസ് മാപ്പിളകലകളെല്ലാം ഉൾപ്പെടുത്തി ഒപ്പനയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു സംഭവത്തിൽ, ചരിത്രത്തിൽ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു മാപ്പിളകല ട്രെയിനർ ഗവേഷണം ചെയ്യുന്നത്. അതും കേരള യൂണിവേഴ്സിറ്റിയിലാണ്. കലോത്സവ വേദികളിൽ ഏറ്റവും മൊഞ്ചുള്ള ഒരു ഐറ്റം ഒപ്പന തന്നെയാണ്. ഒപ്പനയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മൊഞ്ചുള്ള കുറേ മൊഞ്ചത്തികളെയാണ്. എന്നാൽ ഇന്ന് തലസ്ഥാനത്ത് ഇങ്ങനെ കലോത്സവം പൊടിപൊടിക്കുമ്പോൾ മൊഞ്ചുള്ള മൊഞ്ചത്തികൾക്കൊപ്പം 2 മൊഞ്ചന്മാരെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. കൈരളി ന്യൂസ് ഓൺലൈനു വേണ്ടി ക്യാമറമാൻ പ്രകാശ് ശിവന്തക്കിനൊപ്പം ശ്രുതി ശിവശങ്കർ.